അസ്സലാമലൈക്കും. അപ്പം ഞാൻ കേക്കിൻ്റെ ആ ഒരു ബേക്കിംഗ് പഠിച്ചതും ഞാൻ ചെയ്തു തുടങ്ങിയതെല്ലാം ഈ ഒരു റൂമിൽ നിന്നാണ്. പക്ഷേ ഈ കാണുന്ന രീതിക്കെല്ലാം ആദ്യം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ചെറിയ നമ്മുടെ മറ്റേ സ്റ്റിക്കേഴ്സ് പേപ്പറൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ബീറ്റർ വെച്ചിട്ട് ഞാൻ മുട്ടയൊക്കെ പതപ്പിക്കാൻ എടുക്കുന്ന ആ ഒരു ഭാഗം. ഇത് വന്നിട്ടൊരു പഴയ ഓവനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഓവൻ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് പ്ലം കേക്കിനായിട്ടാണ് കേട്ടോ ഈ ഓവൻ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനകത്ത് എൻ്റെ ബാക്കിയുള്ള കപ്പും അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു സൈഡാണ് നമ്മുടെ ആ ഒരു റൂമിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ പലക അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മുടെ ഈ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇതുപോലത്തെ കുറച്ച് കണ്ടെയ്നർ, അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാനിങ്ങനെ ഇട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും ബട്ടർ പേപ്പറാണ്. അപ്പോൾ ഞാനിങ്ങനെ ഷേപ്പിന് കട്ട് ചെയ്ത് വെക്കും. കാരണം നമുക്ക് പെട്ടെന്നൊക്കെ ഓർഡർ വരുന്ന സമയത്ത് ചെയ്യാൻ പാടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഓരോ സൈസിൽ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു 100 നൈഫ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാങ്ങുമ്പോൾ കുറച്ച് അധികമാണ് ഞാൻ വാങ്ങി വയ്ക്കാറുള്ളത്. പിന്നെ വേറൊരു ടിന്നിനകത്താണ് നമ്മുടെ ഇതുപോലത്തെ പോപ്സ് ബോളും ഫ്ലവർ, അതുപോലെ തന്നെ ലീഫ്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ച് ക്രിസ്മസിൻ്റെ ടോപ്പേഴ്സും പിന്നെ റെയിൻബോയുടെ ടോപ്പറൊക്കെ ഞാൻ ഈ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നൊക്കെ എടുത്തങ്ങ് കേക്കിൽ വെക്കാമല്ലോ. അതിനായിട്ടാണ് അങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇതൊരു ചെറിയൊരു കണ്ടെയ്നറാണ്. അതിനകത്ത് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ആനിവേഴ്സറിയുടെ ആ ഒരു കട്ടറും പിന്നെ നമ്മുടെ സിലിക്കൺ മോൾഡ്, പിന്നെ ടൂപ്പിക്ക്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ ഇതുപോലത്തെ കണ്ടെയ്നറിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ വേറൊരു കണ്ടെയ്നറിൽ വന്നിട്ട് നമ്മുടെ ചോക്ലേറ്റ്സ്. അപ്പം ഇത് പൊട്ടിച്ച് എടുത്തിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ്സാണ് ഇങ്ങനെ കണ്ടെയ്നറിലാക്കി വെക്കുന്നത്. അപ്പോൾ കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് മെല്ലോയുടെ ആ ഒരു കോമ്പൗണ്ടാണ് കേട്ടോ. പിന്നെ മിൽക്ക് കോമ്പൗണ്ട് മാത്രം വേറൊരു കമ്പനിയിലാണ്, ഈ ഒരു കമ്പനിയിലാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഒരു കമ്പനിയാണ് ആ ഒരു ചോക്ലേറ്റ് വന്നിട്ട്. പിന്നെ ഏറ്റവും മുകളിലത്തെ തട്ടിലാണ് നമ്മുടെ എൻ്റെ ആ ഒരു മോൾഡൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറുള്ള ആ ഒരു സൈഡാണ് കേട്ടോ. അപ്പം പിന്നെ വന്നിട്ട് ഇതുപോലത്തെ ഷുഗർ, ഇപ്പം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടാണ് പ്ലം കേക്കൊക്കെ റെഡിയാക്കാനായിട്ട് കുറച്ച് അധികം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ ഡേറ്റ്സ്, നട്ട്സുകൾ, അങ്ങനെയൊക്കെ ഈ ഒരു കണ്ടെയ്നറിനകത്താക്കി വയ്ക്കും, ബക്കറ്റിനകത്താക്കി വയ്ക്കും. പിന്നെ ഇതിനകത്ത് ലൂസ് മൈദയാണ് കേട്ടോ ഞാൻ വാങ്ങുന്നത് കുത്തുവിളക്കിൻ്റെ ലൂസ് മൈദയാണ്. അപ്പോൾ ഒരു 5 കിലോ ഒക്കെ വാങ്ങിച്ച് ഇതുപോലെ അങ്ങ് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എൻ്റെ ഷുഗർ ബോൾസൊക്കെ ഇട്ട് വയ്ക്കുന്നതാണ്. അപ്പം കുറച്ചധികം വെറൈറ്റി ഷുഗർ ബോൾസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങി വെച്ചതാണ്. ഇവിടെ വന്നിട്ട് ഷുഗർ ബോൾസും അതുപോലെ തന്നെ കൊക്കോ പൗഡർ, നമ്മുടെ വാനില എസൻസ്, ഞാൻ 500 ml കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ പ്ലമ്മിൻ്റെ എസൻസും അതുപോലെ തന്നെ ക്യാരമൽ കളറും, ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഞാൻ ഈ ഒരു ഭാഗത്താണ് വയ്ക്കുന്നത്. ഇത് കുറച്ച് നമുക്ക് ബാക്കി വരുന്ന ഷുഗറൊക്കെ ഇതുപോലത്തെ ടിന്നിലാക്കി ഇങ്ങനെ അങ്ങ് വച്ചേക്കും കേട്ടോ. ഇതാണ് ബേക്കിംഗ് പൗഡർ, ഇത് ബേക്കിംഗ് സോഡ. അപ്പം ഇതിൻ്റെ ഭാഗത്ത് ഇത്രയാണ് ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ താഴ്ഭാഗത്ത് നമ്മുടെ നൈഫുകളും അതുപോലെ തന്നെ നമ്മുടെ നോസിൽസ്, ഈ നോസിൽസൊക്കെ ഇതുപോലത്തെ ഒരു ഇതിലാണ് ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത്ര സ്പേസേ ഉള്ളൂ കേട്ടോ ആകെ. അങ്ങനെ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം തുടങ്ങിയ സമയം മുതലേ നമുക്ക് ആ ഒരു ബേക്കിംഗ് റൂം നമുക്ക് എന്തായാലും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റൂം ഞാൻ തിരഞ്ഞെടുത്തതും അതുപോലെ ഐറ്റംസ് എല്ലാം സാധനങ്ങളെല്ലാം ഇങ്ങനെ അങ്ങ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ സമയം കൊണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു എനർജി ഉണ്ടാവൂ. അതുകൊണ്ടാണ് കേട്ടോ.